വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഇന്ന് തന്നെ ശ്യാമയ്ക്ക് പ്രസവം ഉണ്ടാകും. എല്ലാവരും പുറത്തേക്ക് നിൽക്കാനായിട്ട് പറഞ്ഞ് എല്ലാവരെയും പുറത്താക്കുകയാണ് അവിടെ ധന്യ ഡോക്ടർ. തുടർന്ന് ശ്യാമയങ്ങ് ആകെ ടെൻഷൻ ആവുകയാണ്. ഇന്ന് തന്നെ പ്രസവം നടക്കുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ അങ്ങ് കൂളായിട്ട് സംസാരിക്കുകയാണ്. നമ്മുടെ പ്ലാൻ പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു, തൻ്റെ കുഞ്ഞേച്ചി പ്രസവിച്ചു, പെൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ ശ്യാമയ്ക്ക് ആകെ സന്തോഷമാവുകയാണ്. അപ്പോൾ രണ്ടുപേരും എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേര് സുഖമായിട്ടിരിക്കുന്നു, യാതൊരു കുഴപ്പവുമില്ല, ഇനി കുഞ്ഞിനെ ഈ റൂമിൽ എത്തിക്കേ വേണ്ടൂ എന്ന് പറയുകയാണ്. അന്നേരം അതെങ്ങനെയാണ് ഡോക്ടർ, എല്ലാവരും പുറത്ത് വാതിൽക്കൽ തന്നെ നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതിനൊക്കെ വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ധന്യ ഡോക്ടർ ആ ജനറേറ്റർ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് റസാക്കിനെ വിളിച്ചിട്ട് പവർ ഓഫ് ചെയ്യാനായിട്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞിട്ടേ ഓൺ ആക്കാവൂ എന്ന് പറയുകയാണ്. തുടർന്ന് ശ്യാമയോടും പറയുന്നുണ്ട് എല്ലാം തന്നെ കുഞ്ഞേച്ചിയുടെ പ്ലാനാണ്, അതുപോലെ തന്നെ നടക്കും എന്ന് പറഞ്ഞ് ശ്യാമയെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേസമയം ശാലിനിയാണെങ്കിൽ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുകയാണ്. അന്നേരം ശാലിനിക്കാണെങ്കിൽ കുഞ്ഞിനെ വിട്ടു കൊടുക്കുന്നതിൽ ആകെ ഒരു സങ്കടം തന്നെയാണ്. അമ്മ എന്നുള്ള രീതിയിൽ കുഞ്ഞ് പ്രസവിച്ച ഉടനെ കൊടുക്കുന്നതിനോട് അന്നേരം കുഞ്ഞിനോട് അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ശാലിനിക്ക് അങ്ങ് ചോർന്നു പോവുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് പൊന്നിന് നിറഞ്ഞോ, ഇത് അമ്മ ആദ്യമായിട്ട് മോൾക്ക് തരുന്ന ജീവാമൃതമാണ്, ഒരുപക്ഷെ അവസാനമായിട്ടും മോൾക്ക് സത്യാമ്മയുടെ വീട്ടിൽ രാജകുമാരി പോലെ വാഴാം, അവിടെ ഒരു അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാകും, മോളുടെ അച്ഛൻ അവിടെ ഉണ്ടെങ്കിലും തിരിച്ചറിയാതെ എങ്കിലും അച്ഛൻ അവിടെ തന്നെ ഉണ്ട്, അമ്മയെ ഓർമ്മ വെക്കരുതേ എന്നാണ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് പൊട്ടി കരയുകയാണ്. അന്നേരം ശാലിനിയുടെ ആ സങ്കടം കണ്ടിട്ട് ശാരദാമ്മയ്ക്കും അങ്ങേയറ്റവും അങ്ങ് സങ്കടമാവുകയാണ്. ശാലിനിയെ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാരദാമ്മ, പക്ഷേ വീണ്ടും അങ്ങ് കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് അവിടെ ശാലിനി. ഈ സമയത്ത് അവിടെ കറണ്ട് പോവുകയാണ്. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മോളെ അമ്മ അകറ്റുകയാണ് എന്നൊക്കെ കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ട്, ശബ്ദമൊക്കെ പുറപ്പെടുവിക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് സങ്കടവും സന്തോഷവും ഒക്കെയാണ്. തുടർന്ന് പിന്നെ ടൗലുമൊക്കെ ആയിട്ട് ധന്യ ഡോക്ടർ വരുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ താടി എന്നും പറഞ്ഞിനെ കൈ നീട്ടുകയാണ്. തുടർന്ന് ശാരദാമ്മ കുഞ്ഞിനെ അങ്ങ് എടുക്കുകയാണ്. അന്നേരം ശാലിനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് ആകെ മടി, കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ശാലിനിയുടെ ആ സങ്കടം കണ്ടിട്ട് ശാരദാമ്മ ശാലിനിയെ ചേർത്ത് പിടിക്കുകയും കയ്യിലേക്ക് ഉമ്മ കൊടുക്കുകയും നെറ്റിയിലേക്ക് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ബലമായിട്ടെന്ന പോലെ തന്നെ ശാരദാമ്മ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിന് മുന്നേ ഡോക്ടർ പറയുന്നുണ്ട് അധിക സമയം ലൈറ്റ് ഓഫ് ആക്കി ഇടാനായിട്ട് പറ്റില്ല ശാലിനി എന്ന് പറയുമ്പോഴാണ് ശാരദാമ്മ കുഞ്ഞിനെ അങ്ങ് എടുക്കുന്നത്. തുടർന്ന് അവരങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതേസമയം ശാലിനി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് പൊട്ടി കരയുകയാണ്, തൻ്റെ കുഞ്ഞിനെ പിരിയുന്ന ആ ഒരു വിഷമത്തിൽ. തുടർന്ന് പൊട്ടി കരയുന്ന ശാലിനിക്ക് ചെറുതായിട്ടൊരു വയറുവേദന വരുന്നുണ്ട്. പക്ഷെ ശാലിനി അത് കാര്യമാക്കുന്നില്ല. എന്നിട്ടും ശാലിനി പറയുകയാണ് ഇരുട്ടിലാണ് മോളെ പറഞ്ഞയക്കുന്നതെങ്കിലും സത്യാമ്മയുടെ വീട്ടിലെ മോൾ വെളിച്ചമാകട്ടെ എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് പ്രാർത്ഥിച്ചും കരഞ്ഞും ഒക്കെ അങ്ങ് കിടക്കുകയാണ്. ഇതേസമയം അവിടെ കോറിഡോറിൽ സത്യഭാമയും രോഹിത്തും സുസ്മിതയും വിഷ്ണുവും ഒക്കെ ഉണ്ട്. സത്യഭാമ ആകെ ദേഷ്യത്തിലാണ്. ഇതെന്താ ഒരു ഇത്രയും നല്ല ഹോസ്പിറ്റലായിട്ട് ഇതെന്താ ഇത്രയും സമയം കറണ്ട് പോകുന്നത്, ആരാ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ആകെ ബഹളമാണ്. അന്നേരം ഞാൻ വന്നപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു അമ്മയെന്നും പറഞ്ഞ് വിഷ്ണു പറയുകയാണ്. രോഹിത് ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട്, സുസ്മിതയും ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. ഡോക്ടറും ഇറങ്ങുകയാണ്. ഡോക്ടറുടെ മറവ് പിടിച്ചാണ് ശാരദാമ്മ മുന്നോട്ട് നടക്കുന്നത്. ഇരുട്ടായതിനാൽ ബാക്കിയുള്ളവരാരും കാണുന്നില്ല. തുടർന്ന് പതിയെ ശാരദാമ്മ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോൾ കുഞ്ഞിൻ്റെ കാല് വിഷ്ണുവിൻ്റെ കൈമുട്ടിലേക്ക് ഇങ്ങനെ തട്ടുകയാണ്. അന്നേരം പെട്ടെന്നൊരു എന്തോ ഒരു ഷോക്ക് എർത്തടിച്ചതുപോലെ വിഷ്ണു ഇങ്ങനെ അന്തം വിടുകയാണ്. വിഷ്ണുവിന് എന്തോ ഒരു അനുഭൂതി ഉണ്ടായതുപോലെ. തുടർന്ന് വിഷ്ണു ഒരു കുഞ്ഞിൻ്റെ ശബ്ദവും കേൾക്കുന്നത് ചെവി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ഒരു കുഞ്ഞിൻ്റെ കരച്ചിലൊക്കെ വിഷ്ണു മാത്രം കേൾക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. വിഷ്ണു അങ്ങ് അന്തം വിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ. തുടർന്ന് ശാരദാമ്മ അങ്ങ് ശ്യാമയുടെ റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. ധന്യ ഡോക്ടർ മാത്രം ഇങ്ങനെ വാതിൽക്കൽ നിൽക്കുമ്പോൾ സത്യഭാമ ഒന്നല്ല തിരിഞ്ഞു നോക്ക് ഒരാളെ കാണുകയാണ്. അന്നേരം ആരാ അതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ അകത്ത് കയറി കഴിഞ്ഞു. ശാരദാമ്മയെ കണ്ടില്ല, കുഞ്ഞിനെ കൊണ്ട് കയറി കഴിഞ്ഞിരുന്നു. തുടർന്ന് ഞാനാ ഡോക്ടർ ധന്യ എന്ന് പറയുകയാണ്. അന്നേരം ഇതെന്താ ഡോക്ടർ ഇതുവരെ എന്താ കറണ്ട് വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കറണ്ട് വരും, ഓപ്പറേറ്ററോട് പറഞ്ഞിട്ടുണ്ട്, സത്യമ്മ സമാധാനമായിട്ട് ഇരിക്കുക എന്ന് പറയുകയാണ്. തുടർന്ന് പക്ഷേ വിഷ്ണു അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു ഏതോ ഒരു മായാലോകത്ത് എന്ന പോലെ നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്നറിയാതെ തൻ്റെ കൈമുട്ടൊക്കെ ഇങ്ങനെ തടവി വിഷ്ണു എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ കുഞ്ഞിനെ കൊണ്ട് ശ്യാമയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം എൻ്റെ കുഞ്ഞേച്ചിയുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ശ്യാമേനെ ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ ശാരദാമ്മയോട് പറയുകയാണ് ശാരദാമ്മ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാനായിട്ട്. തുടർന്ന് ശാരദാമ്മ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഡോറിൻ്റെ ആ സൈഡിലേക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ശാരദാമ്മയെ പോകുന്നതും വരുന്നതും ഒന്നും ആരും കണ്ടില്ല. അന്നേരവും കറണ്ട് വന്നിട്ടില്ല. തുടർന്ന് ശ്യാമയോട് ധന്യ ഡോക്ടർ പറയുകയാണ് നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്, മോൾ റെഡിയല്ലേ? അന്നേരം അതെ എന്നിങ്ങനെ പറയുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്നിട്ട്
സത്യഭാമയോട് പറയുകയാണ് ശ്യാമയ്ക്ക് വേദന തുടങ്ങിയിട്ടുണ്ടെന്ന്. അന്നേരം ഈ കറണ്ട് ഇല്ലാത്ത സമയത്തെന്ന് പറയുമ്പോൾ അതൊന്നും പേടിക്കണ്ട, ഇപ്പോൾ കറണ്ട് വരും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് അകത്തേക്ക് കയറുകയാണ്. അന്നേരം സത്യഭാമ കരുതുകയാണ്, അല്ല സത്യഭാമയല്ല സുസ്മിത കരുതുകയാണ് ഗർഭമില്ലാത്ത അവളെങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവരും, ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ഇരിക്കുകയാണ്. തുടർന്ന് കറണ്ടിനെ ഒന്നുകൂടെ വിളിക്കാനൊക്കെ രോഹിത്തിനോട് ഭാമ പറയുകയാണ്. രോഹിത്ത് ട്രൈ ചെയ്യുകയാണ്. ശാരദാമ്മയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ശാലിനി അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇതെങ്ങനെ വിജയിക്കും എന്നുള്ളൊക്കെ രീതിയിൽ. തുടർന്ന് ധന്യ ഡോക്ടർ പുറത്തേക്ക് വരിക. അതേസമയം കറണ്ട് വരുന്നുണ്ട്. കറണ്ട് വരുമ്പോൾ ധന്യ ഡോക്ടർ പുറത്തേക്ക് വരികയാണ്. തുടർന്ന് സത്യഭാമയോട് പറയുകയാണ്, സത്യാമ്മയെ ശ്യാമ പ്രസവിച്ചു, പെൺകുഞ്ഞാണ് എന്ന് പറയുമ്പോൾ രോഹിത്തും വിഷ്ണുവും സത്യഭാമയും ആകെ അങ്ങ് സന്തോഷത്തിലാണ്. പെൺകുട്ടിയോ എന്നൊക്കെ പറഞ്ഞ് സുഖമായിരിക്കുന്നോ എന്നൊക്കെ സത്യഭാമ തിരക്കുകയാണ്. അന്നേരം സുസ്മിത ചാടി എഴുന്നേൽക്കുകയാണ്. ഇതെന്ത് മായയോ മറിമായമോ, എങ്ങനെ കുഞ്ഞു വന്നു എന്നൊക്കെ പറഞ്ഞ് അന്തം വിട്ട് സുസ്മിത നിൽക്കുകയാണ്. തുടർന്ന് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ സത്യഭാമ ചോദിക്കുമ്പോൾ സുഖപ്രസവമല്ലായിരുന്നോ, കണ്ടാൽ എന്താ കുഴപ്പം, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നാളെ തന്നെ പോകാമെന്ന് പറയുകയാണ്. തോന്നുന്നു വിഷ്ണു രോഹിത്തിൻ്റെ തോളിലേക്കൊക്കെ സന്തോഷത്തോടെ കൈയൊക്കെ വെച്ച് തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് എല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട്. സുസ്മിതയും രോഹിത്തും വിഷ്ണുവും സത്യഭാമയും ഒക്കെ അകത്തേക്ക് കയറുകയാണ്. ശാരദാമ്മയും ഒക്കെ ഭാമ വിളിക്കുകയാണ്. പക്ഷേ ശാരദാമ്മ കയറുന്നില്ല. ശാരദാമ്മ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. എല്ലാവരും കയറിയ ശേഷം ധന്യ ഡോക്ടർ ഇങ്ങനെ ശാരദാമ്മയെ തന്നെ ദയനീയമായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ അങ്ങ് അകത്തേക്ക് കയറുകയാണ്. ശാരദാമ്മ രക്ഷപ്പെട്ടു, ആശ്വാസമായി എന്നുള്ള രീതിയിൽ ഒരു ദീർഘനിശ്വാസമൊക്കെ ഇട്ട് ശാരദാമ്മ അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് മുത്തശ്ശിയുടെ ചക്കര മോളെ എന്നും പറഞ്ഞ് ഭാമ ഓടിപ്പോയി കുഞ്ഞിനെ എടുക്കുകയാണ്. തുടർന്ന് എല്ലാവരും അകത്തേക്ക് കയറി എല്ലാവരും കുഞ്ഞിനെ തന്നെ ശ്രദ്ധിക്കുകയാണ്. വിഷ്ണു ഇങ്ങനെ എത്തിയൊക്കെ നോക്കുകയാണ്. തുടർന്ന് അമ്മയെ പോലെ തന്നെ എന്നിങ്ങനെ ഭാമ പറയുമ്പോൾ അതെ, അവൾ അവളുടെ അമ്മയെ പോലെ തന്നെയെന്ന് ശ്യാമ പെട്ടെന്നങ്ങ് പറയുകയാണ്. അന്നേരം എന്താ പറഞ്ഞത്, അതിന് നീ തന്നെയല്ലേ ഇവളുടെ അമ്മ എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. ഭാമ ആകെ സന്തോഷത്തിലാണ്. അന്നേരം അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ശ്യാമ അങ്ങ് പറയുകയാണ്. തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ്, അയ്യോ ഇത് മനുഷ്യ കുഞ്ഞ് തന്നെ, റബ്ബർ കൊണ്ടൊന്നും ഉണ്ടാക്കിയല്ലോ, ഇത് എങ്ങനെ സംഭവിച്ചു എന്നും പറഞ്ഞ് സുസ്മിത ആകെ ഒരു വെപ്രാളത്തിലാണ്. അതൊന്ന് രോഹിത്തൊക്കെ സന്തോഷത്തിൽ, വിഷ്ണുവും സന്തോഷത്തിലാണ്. തുടർന്ന് കുഞ്ഞിനോട് എന്തെങ്കിലും സംസാരിക്കടാ, അച്ഛനെന്നും പറഞ്ഞ് നിൽക്കുന്നു, അതേ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഭാമ ഇങ്ങനെ നീട്ടുമ്പോൾ ഇങ്ങനത്തെ ആ കുഞ്ഞിനെ എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് ഭാമ രോഹിത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അച്ഛൻ്റെ പൊന്നു മോളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ദയനീയമായിട്ട് വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ്. പക്ഷേ വിഷ്ണു ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഡോക്ടറും ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ കാര്യമൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് വിഷ്ണു ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് ശാരദാമ്മയും വരുന്നുണ്ട്. ശാരദാമ്മ ആദ്യം ശ്യാമ ഇങ്ങനെ നോക്കുമ്പോൾ ശ്യാമയാകെ ടെൻഷനിലാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ കണ്ണടച്ചിങ്ങനെ കാണിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ വിഷ്ണുവിനെ തന്നെയാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഈ ഒരു അവസ്ഥയിൽ ശാരദാമ്മ ആകെ സങ്കടം വരികയാണ്. ശാരദാമ്മയ്ക്ക് അവിടെ വിഷ്ണുവിൻ്റെ മുന്നിൽ അങ്ങ് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ശാരദാമ്മ അങ്ങ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേസമയം സത്യഭാമയാണെങ്കിൽ രാഘവൻ നായരെ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട്. അർജുനോടും പ്രീതിയോടും പറയണം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയായിട്ട് വിളിച്ചറിയിക്കുകയാണ് ശ്യാമ പ്രസവിച്ച കാര്യം. തുടർന്ന് ശാരദാമ്മ ശാലിനിയുടെ റൂമിലേക്ക് വരുമ്പോൾ ശാലിനി ഇങ്ങനെ കരഞ്ഞ് തളർന്ന് ഇങ്ങനെ കണ്ണ് തുറന്ന് ഒരു ഞെട്ടലെന്ന പോലെ കിടക്കുകയാണ്. എന്തോ ആലോചിച്ചെന്ന പോലെ നിശ്ചലമായിട്ട് കിടക്കുകയാണ്. അന്നേരം മോളെ എന്നിങ്ങനെ വിളിക്കുകയാണ്. അന്നേരം ഇങ്ങനെ കണ്ണ് തുറന്നിരിക്കുന്ന ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടന്നു, ശ്യാമയുടെ കുഞ്ഞാണെന്ന് തന്നെയാണ് അവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ആർക്കും ഒരു സംശയമില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ ശാരദാമ്മ പറയുമ്പോൾ അത് തന്നെയായിരുന്നു അമ്മ എനിക്കും വേണ്ടിയിരുന്നതെന്ന് പറഞ്ഞ് വീണ്ടും എന്തോ ഓർത്തെന്ന പോലെ ശാലിനി ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് ധന്യ ഡോക്ടറും ആ റൂമിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് സങ്കടത്തോടെ ശാരദാമ്മ ചോദിക്കുകയാണ്, പക്ഷെ നിന്റെ ജീവിതമോ മോളെ, അത് നീ തന്നെ തല്ലിക്കെടുത്തിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ അമ്മേ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് വീണ്ടും വയറങ്ങ് വേദനിക്കുകയാണ്. അന്നേരം അമ്മയെന്നിങ്ങനെ പറഞ്ഞ് ശാരദാമ്മയുടെ കൈ ഇറുക്കി പിടിക്കുകയാണ്. അന്നേരം ഡോക്ടർ എന്താ ഇത്, പ്രസവമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ എന്താ എൻ്റെ കുഞ്ഞിന് എന്ന് ചോദിക്കുമ്പോൾ പ്രസവ വേദന പോലെ തന്നെ എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും അങ്ങ് വേദന കൊണ്ടങ്ങ് പിളയുകയാണ്. അന്നേരം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ വീണ്ടും ശാലിനിയുടെ വയറിങ്ങനെ പരിശോധിക്കുകയാണ്. പരിശോധിക്കുന്തോറും ഡോക്ടറുടെ മുഖത്ത് വ്യത്യാസം വരുന്നുണ്ട്. എന്തൊക്കെയോ സംശയങ്ങൾ ഡോക്ടർക്ക് വരികയാണ്. ശാലിനി പക്ഷേ വേദന കൊണ്ടങ്ങ് പിളയുന്നു. ആകെ ആവലാതിപ്പെട്ട് ശാരദാമ്മയും നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ്, നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ശാലിനിയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകും. വീണ്ടും ശാലിനിക്ക് ഇരട്ട കുട്ടികൾ തന്നെയാണ്. ഒരു കുഞ്ഞിനെ കൂടി, അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് പറയുന്നില്ല, ഒരു കുഞ്ഞിനെ കൂടി ശാലിനി പ്രസവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അതിന് കാര്യങ്ങൾ ഇനി വിഷ്ണുവിനോടൊക്കെ പോയി പറയുമോ അതോ ഇനി എങ്ങനെയാണെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. എന്തായാലും വിഷ്ണുവിനും തന്നെ കുഞ്ഞിന് ലഭിക്കും. ഓക്കെ, താങ്ക് യു.